രാജ്യത്തിന് നേരെ ഭീകരർ വെടിവെച്ചപ്പോൾ അത് ഈ രാജ്യത്തിന് നേരെ നടന്ന വെടിവെപ്പായിട്ടാണ് ഞങ്ങൾ കരുതിയത്. ഞങ്ങൾക്ക് നേരെ ഉണ്ടായ വെടിയുണ്ടകളായിട്ടാണ് ഞങ്ങൾ കരുതിയത്. ഞങ്ങൾ രാജ്യത്തോടൊപ്പം ഞങ്ങൾ ഉറച്ചു നിന്നു. ഈ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഈ രാജ്യത്തെ ഗവൺമെന്റിനുണ്ട്. എന്താ പറഞ്ഞത്? ഞങ്ങളൊന്നും ഇതുവരെ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. ഇതിനകത്ത് എന്താ പറഞ്ഞത്? കേന്ദ്ര ഗവൺമെന്റും പട്ടാളവും അറിഞ്ഞില്ല. ബൈസെക്ഷനില് ആളുകളെ ടൂറിസ്റ്റുകളെ കയറ്റാൻ അനുമതി കൊടുത്തത് ഈ പറയുന്ന വിവാദം സംഭവം നടന്ന സ്ഥലത്ത് ടൂറിസ്റ്റുകളെ പ്രവേശിപ്പിക്കാൻ അനുവാദം കൊടുത്തത് പട്ടാളവും അറിഞ്ഞില്ല, കേന്ദ്ര ഗവൺമെന്റും അറിഞ്ഞില്ല. ഈ നാട്ടിലെ ഈ രാജ്യത്തെ മുഴുവൻ ടൂറിസ്റ്റ് ഓപ്പറേറ്റർമാരും അറിഞ്ഞു. ഈ രാജ്യത്തെ മുഴുവൻ ടൂറിസ്റ്റ് ഓപ്പറേറ്റർമാർക്കും ഈ ബൈസറൻ വാലി തുറന്നു കൊടുത്തത് അറിയാം. അവര് ബൈസറൻ വാലിയിലേക്ക് ആളുകളെ ബുക്ക് ചെയ്ത് ഈ കേരളത്തിൽ നിന്നുൾപ്പെടെ ആളുകളെ അങ്ങോട്ട് രാജ്യം മുഴുവൻ 10,000-കണക്കിന് ആളുകളെ അങ്ങോട്ട് പറഞ്ഞയച്ചു. ഈ സംഭവം നടന്നതിന്റെ തലേ ദിവസം എറണാകുളത്ത് കൊച്ചി എയർപോർട്ടിൽ ഞാൻ വരുമ്പോൾ കൊച്ചിയിൽ നിന്ന് കാശ്മീരിലേക്ക് വനിതകളുടെ ഒരു സംഘം പോകുന്നു. അവർ എന്റെ കൂടെ നിന്ന് ചിത്രം എടുത്ത്. ഞാൻ ചോദിച്ചു എങ്ങോട്ട് പോകുന്നു? അവർ പറഞ്ഞു കാശ്മീരിൽ എവിടെയാ പോകുന്നത്? ബൈസറൻ വാലിയിലേക്കാണ് പോകുന്നത്. ടൂറിസ്റ്റ് ഓപ്പറേറ്റേഴ്സ് ആണ്. ഈ രാജ്യത്തെ മുഴുവൻ ടൂറിസ്റ്റ് ഓപ്പറേറ്റർമാരും അറിഞ്ഞു ബൈസറൻ വാലി ഓപ്പൺ ചെയ്തത്. ഇന്ത്യ ഗവൺമെന്റ് അറിഞ്ഞില്ല, ഇന്ത്യയിലെ പട്ടാളം അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത്രയും ഞാൻ പറയുന്നുള്ളൂ. ഈ സമയത്ത് രാജ്യം ഒരുമിച്ച് നിൽക്കണം. അതിന്റെ കൂടെയാണ് ഞങ്ങളാരും രാജ്യവിരുദ്ധരല്ല. ഈ പാകിസ്ഥാൻ ഈ രാജ്യത്തിന് നേരെ കണ്ണുപിടിച്ച് കാണിച്ചപ്പോൾ ചുട്ട മറുപടി കൊടുത്ത ഇന്ദിരാഗാന്ധിയുടെ പാർട്ടിയാണിത്. ഇന്ദിരാഗാന്ധിയുടെ പാർട്ടി പാകിസ്ഥാന് സഹായമായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നപ്പോ അമേരിക്ക 7ാം നാവികപ്പടയെ അയക്കുമെന്ന് പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് നിക്സൺ പറഞ്ഞു 7ാം നാവികപ്പട എന്ന് പറഞ്ഞാൽ അന്ന് ലോകം ഭയന്ന് വരയ്ക്കും. മിസൈൽ സംവിധാനമുള്ള വലിയ ഫ്ലീറ്റാണ്, കപ്പലുകളുടെ ഫ്ലീറ്റാണ്. വലിയ രാജ്യമല്ല അമേരിക്ക. എല്ലാവരും പേടിച്ചു നിൽക്കുന്ന കാലമാണ്. ശ്രീമതി ഇന്ദിരാഗാന്ധി പറഞ്ഞത് എന്താണെന്നറിയാം? 7ാം നാവികപ്പടയെ അമേരിക്ക ഇന്ത്യ സമുദ്രത്തിലേക്ക് ഇന്ത്യയിലേക്ക് അയച്ചാൽ ഇന്ത്യ സമുദ്രത്തിൽ അതിനെ കെട്ടിത്താഴ്ത്തുന്നവർ. അങ്ങനെ മറുപടി കൊടുത്ത ഇന്ദിരാഗാന്ധിയുടെ പാർട്ടിയാണ്. ഞങ്ങൾ ഈ രാജ്യം ഭരിച്ചപ്പോൾ ഈ വൈദേശിക ഭീഷണികളെ നേരിട്ട രാജ്യമാണ്. ഈ രാജ്യത്തിന്റെ പരമാധികാരത്തെ ഉയർത്തിപ്പിടിച്ച രാജ്യമാണ്. ഞങ്ങൾ അതുമായി മുന്നോട്ട് പോകും. അതുകൊണ്ട് ഭീഷണിപ്പെടുത്താനൊന്നും ആരും വരണ്ട.